കോട്ടയത്ത് നിന്ന് വാർത്ത വരുന്നു. സൗത്ത് പാമ്പാടിയിൽ വീടിന് മുകളിലേക്ക് മരം വീണിരിക്കുകയാണ്. കോഴിമലയിൽ മറിയാമ്മയുടെ വീടിന്റെ മുകളിലേക്കാണ് മരം വീണത്. ഇവർ വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു അപകടം. അഖിലുണ്ട്. അഖിൽ, വലിയൊരു മരമാണ് വീണിരിക്കുന്നത്. ചെറിയൊരു വീടാണ്. വീട്ടിൽ അവർ ഇല്ലാതിരുന്നത് കൊണ്ട് അപകടം ഒഴിവായി അല്ലേ? വിനീത, തീർച്ചയായും. കാരണം ഒരു പ്ലാവാണ് ഈ വീടിന് മുകളിലേക്ക് പറഞ്ഞു വരുന്നത്. തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്ന പ്ലാവായിരുന്നു അത് ഈ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ഇവർ അംഗനവാടി വർക്കറാണ്, അത്തരത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇപ്പോൾ ഈ പാമ്പാടിയിലേക്ക് മറ്റൊരു ആവശ്യത്തിനായി പുറത്തു പോയതാണ്. ആ സമയത്താണ് വീടിന് മുകളിലേക്ക് ഈ മരം വീണത്. വീട് ഏകദേശം ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. വലിയ നാശനഷ്ടം വീടിന് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ വീടിനുള്ളിൽ അവരുണ്ടായിരുന്നെങ്കിൽ പരിക്കോ മറ്റ് അപകടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ അത്ഭുതം, ഇവർ ആ വീട്ടിനുള്ളിലല്ലായിരുന്നത് അപകടങ്ങൾ ഇല്ലാതാക്കാൻ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം പലയിടങ്ങളിലും ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്, 2 മണിക്ക് ശേഷമാണ് ശക്തമായ കാറ്റ് കോട്ടയം ജില്ലയിൽ വീശിയടിച്ചത്. ഈ ശക്തമായ കാറ്റിൽ 172, അതായത് രാവിലെ 11 മണിവരെയുള്ള കണക്കെന്ന് പറയുന്നത് 172 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നലത്തെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ 2 ക്യാമ്പുകൾ, 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കോട്ടയം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഒന്ന് കോട്ടയത്തും മറ്റൊന്ന് ചങ്ങനാശ്ശേരിയിലുമാണ്. ഇവിടെ 4 കുടുംബങ്ങളിൽ നിന്നുള്ള 19 പേരെയാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ഇപ്പോഴും ഈ കോട്ടയം ജില്ലയിൽ മഴയും കാറ്റും, അതായത് മഴയേക്കാൾ അപ്പുറത്തേക്ക് ഈ ആശങ്ക വിതയ്ക്കുന്നത് കാറ്റാണ്. വലിയ രീതിയിൽ ശക്തമായ കാറ്റ് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഇപ്പോൾ ഈ 3 സ്ഥലത്തുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇത്തരം വൈക്കത്ത് ഈ സബ് രജിസ്ട്രാർ സർക്കാർ സ്ഥാപനത്തിന് മുകളിലേക്കായിരുന്നു രാവിലെ മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഈ മഴയും കാറ്റും തുടരുന്നത് ആശങ്ക തന്നെയാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ചോളം. വിനീത, ശരി, ഏതായാലും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത് എന്നതാണ്.